അസ്സലാമു അലൈക്കും, ഞാൻ ലുബ്ന. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വേസ്റ്റായിട്ട് കളയുന്ന കുറച്ച് കാർഡ്ബോർഡ് പീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ ഹാങ്ങിങ് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയുമായിട്ടാണ്. അപ്പോൾ കീപ് വാച്ചിങ്. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാനും അതുപോലെ നമ്മുടെ നല്ല സ്വീറ്റ് മെമ്മറീസൊക്കെ നമുക്ക് വാളിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് പീസാണ് വേണ്ടത്. അപ്പം ഈ ഒരു പീസ് ഞാൻ ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററിൽ ലവ് എന്ന് പറയുന്ന ലെറ്ററിൽ ഒന്ന് പെൻസിലോണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇതിൽ നമുക്കിതൊന്ന് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കത്രിക യൂസ് ചെയ്തും അതുപോലെ ഇതുപോലെ ബ്ലേഡ് യൂസ് ചെയ്തും ഒക്കെയാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ ഈ ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴേക്കും, അതായത് ലെറ്ററിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ കത്രികനെക്കാട്ടിലും കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു കട്ടിംഗ് ഒക്കെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ലവ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് വെച്ചിട്ടാണ് ഇപ്പം ഹാങ്ങിങ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതുപോലുള്ളൊരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പേപ്പറും ചെയ്യാം. ഞാനിപ്പോൾ ഒരു യെല്ലോ കളറിലാണ് പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലൊരു സ്പൈറൽ പോലെ ഇതുപോലെ ഒന്ന് പെൻസിലോട്ട് ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു എൻഡിൽ നിന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. കുറച്ച് നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്യുക. അതിന് ശേഷം നമുക്ക് പെൻസിലെടുത്ത് മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് മൊത്തമായിട്ട് നമ്മളിതൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു ഫ്ലവർ രീതിയിലാണ് നമ്മളിങ്ങനെ അത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു പേപ്പർ ഫ്ലവറൊക്കെ ഒരുപാട് കോമൺ ആയിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ. പലർക്കും അറിയുണ്ടാവും. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ഇപ്പോൾ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഈ ഡെക്കറേറ്റീവായിട്ട് ചെയ്യാൻ പറ്റിയിട്ടല്ലേ പഴയ ക്ലോത്തിലൊക്കെ ഉള്ള ഫ്ലവറും അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് നമുക്ക് ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എളുപ്പമുള്ള ഒരു ഫ്ലവർ തന്നെയാണ്. ഈ ഒരു നല്ല ഭംഗിയും ഉണ്ടാവും നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്ന സമയത്ത്. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമുക്കിത് ഇപ്പോൾ ഫോട്ടോ ഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ 4x5 ലെങ്ത്തിൽ സാധാ കളർ പ്രിൻ്റ് വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലുള്ള നമ്മുടെ ഓരോ തീമിനനുസരിച്ചിട്ട് ഞാനിപ്പം ഞങ്ങളുടെ ഒരു മെമ്മറീസ്, ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടാണ് ഹാങ് ചെയ്യുന്നത്. അപ്പം ഒരു ലവ് എന്ന് പറയുന്ന ആ ഒരു തീമിന് ചേർന്നിട്ടുള്ള ഇതുപോലുള്ള പേപ്പർ നമുക്ക് ഗൂഗിളിലൊക്കെ വാൾപേപ്പർ കാണാൻ പറ്റും. അപ്പോൾ അത് ഇതുപോലെ നല്ല കളർ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ഇതുപോലത്തെ പേപ്പർ കിട്ടും. പിന്നെ അതുപോലെ നമുക്ക് ഇതുപോലത്തെ പേപ്പർ ഈ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നും ഒക്കെ അല്ലെ സ്റ്റേഷനറി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതും യൂസ് ചെയ്യുക. അപ്പം അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഒരുപാട് വാൾപേപ്പർ കാണാൻ പറ്റും. സാധാ മൊബൈലിൻ്റെ വാൾപേപ്പറിനോ അങ്ങനെയൊക്കെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം അത് നമ്മൾ സാധാ ഒരു A4 സൈസിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇത് A4 സൈസിലാണ് പ്രിൻ്റ് എടുത്തത്. അപ്പം കളർ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു
പേപ്പർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു പിക്ക് വലിയ A4 സൈസിലേക്ക് പ്രിൻ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫോണിലൊക്കെ ആണെങ്കിൽ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിൽ ജസ്റ്റ് ഒരു സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുള്ള മോഡ് ഓരോ റേഷ്യോസ് ഉണ്ടാവില്ല, അപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു റേഷ്യോയിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുത്താൽ മതി. അതല്ല കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഫോണിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പ്രിൻ്റ് എടുത്താൽ മതി, കളർ പ്രിൻ്റ് ആക്കി എടുത്താൽ മതി. നമുക്ക് നല്ല ഇഷ്ടം വേറെ ഒരുപാട് വെറൈറ്റി നമ്മൾ ഷോപ്പിലൊന്നും കയറി തിരയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ ഇതുപോലുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ട് കളർ പ്രിൻ്റ് എടുത്താൽ മതി. അപ്പം അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇതുപോലുള്ള ഓരോ ഡെക്കറേറ്റീവ് പേപ്പറാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു പേപ്പർ ഞാനിതിൽ കട്ട് ചെയ്തിട്ട് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് വൃത്തിയിൽ തന്നെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു A4 സൈസ് പേപ്പറായിട്ടാണ് ഇത് പ്രിൻ്റ് എടുത്തത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും ഇത് കവർ ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കാർഡ്ബോർഡിൻ്റെ ആ ഒരു സൈസിലായിരിക്കും നമുക്ക് ഇതിന് വേണ്ടി വരുന്ന പേപ്പറും ആവശ്യമായിട്ട് വരിക. പേപ്പർ വെച്ച് ഫുള്ളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓൻ്റെ സൈഡിലൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇതിലേക്കാക്കി ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനവിടെ ജസ്റ്റ് ഈ കത്രിക വെച്ചിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനിതാ നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് ഫുള്ളായിട്ട് ഈ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവേഴ്സ് ഇതിലൊന്ന് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ വെക്കാം. ഞാനിപ്പം ഈ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ 6 ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഒരു ഹാങ് ചെയ്യുമ്പോൾ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ടാസൽസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിന് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് വൂളൻ ത്രെഡാണ്. അപ്പോൾ നിങ്ങളടുത്തുള്ള ത്രെഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ ജൂട്ടിൻ്റെ ഒക്കെ കളർഫുൾ ത്രെഡ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്രൈം ത്രെഡ്സും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് സിമ്പിളായിട്ട് ഇതുപോലെ ടാസൽസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടാസൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ഇതുപോലെ ചുറ്റിയെടുത്ത ശേഷം അതിൻ്റെ ഒരു സൈഡിൽ കുറച്ചൊരു പോർഷനായിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ മറ്റേ സൈഡ് യൂസ് ചെയ്തിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ടാസൽസ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനിപ്പം 4 ഈ 2 യെല്ലോയും 2 റെഡും വെച്ചിട്ട് ഇപ്പോൾ ടാസൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതിൽ ചെയ്യാനുള്ളത് ഇതിൽ നമുക്ക് ഫോട്ടോ ഹാങ് ചെയ്തിടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ജൂട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് നാട്ടിലൊക്കെ ചാക്കുനൂലൊക്കെ കിട്ടില്ലേ, അപ്പം അത് ചെയ്താലും മതി. അപ്പം ഈ ജൂട്ട് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഹാങ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വൂളൻ ത്രെഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാനിപ്പം ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം 4 ഫോട്ടോ ആണ് ഹാങ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കതിൽ കൂടുതൽ ഫോട്ടോസ് ആ ഒരു ത്രെഡിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ത്രെഡ് 4 സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്.
എന്നിട്ട് നമുക്ക് ഇതിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഈ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഗ്ലൂ ഗൺ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് പലരും ചിലപ്പം ഇതുപോലൊക്കെ ചെയ്യാൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ചിലപ്പോൾ വിട്ടിട്ട് പോകും, അതിൻ്റെ അടുത്ത് ഇല്ലല്ലോ വിചാരിച്ചിട്ട്. അപ്പം ഗ്ലൂ ഗണ്ണിന് ആവശ്യമൊന്നുമില്ല, നമുക്ക് സൂപ്പർ ഗ്ലൂവും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എല്ലാ സ്റ്റേഷനറി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പം ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഗ്ലൂ ഗൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വൈറ്റ് ഗ്ലൂ ആകുമ്പം കുറച്ച് ടൈം എടുക്കല്ലോ അത് ഒട്ടി വരാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മളിപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സൂപ്പർ ഗ്ലൂവും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഫോട്ടോ വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് വാളിൽ ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ ഈ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് തന്നെ ഏതെങ്കിലും ഒരു ത്രെഡ് യൂസ് ചെയ്താൽ മതി. ഈ രീതിയിൽ ഒട്ടിച്ച ശേഷം അതിലൊന്ന് ഇലാവുന്ന രീതിയിലുള്ള ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫോട്ടോ വാൾ ഹാങ്ങിങ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു എനർജി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. അലനുരയുമൊരരുവേലൊരു ചെറുമണി മരനിഴലിൽ വെള്ളിരിച്ച് കസവ് തുന്നുമറിയ ചിത്രശലഭം. അലനുരയുമൊരരുവേലൊരു ചെറുമണി മരനിഴലിൽ വെള്ളിരിച്ച് കസവ് തുന്നുമറിയ ചിത്രശലഭം.